ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രൊഡക്റ്റുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അൺബോക്സിംഗ് ആണ്. 3-4 ദിവസങ്ങളായിട്ടാണ് എനിക്ക് ആമസോണിൽ നിന്ന് പ്രൊഡക്റ്റുകളെല്ലാം കിട്ടിയത്. അപ്പോൾ അതെല്ലാം കൂടി ഞാനൊരു ബോക്സിലാക്കിയിട്ടാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് വാങ്ങിച്ചിരിക്കുന്നത് സോഫ കവറാണ്. 3 സീറ്റഡ് സോഫയ്ക്കുള്ള കവറാണ്. ഇത് താഴെ മാത്രം വിരിക്കുന്നൊരു കവറാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ തൊങ്ങലൊക്കെ ഉള്ളതാണ്. ഇതിന് പകരമായിട്ട് പോംപോം പോലത്തെയൊക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. ഞാനിപ്പോൾ പീച്ച് കളറിലുള്ള ഒരു 3 സീറ്റഡ് സോഫ കവറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതാണെങ്കിൽ നമുക്ക് വാഷബിളാണ്. പെട്ടെന്ന് തന്നെ സോഫ ചളിയാവാതെയൊക്കെ നമുക്ക് കുറേ നാളും കൂടി സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ബാക്ക് വശം ഈ ഒരു രീതിയിലാണ് വരുന്നത്. ലൈറ്റ് വെയ്റ്റ് ആണ്, പക്ഷേ ഇത് ഹാൻഡ് വാഷാണ് ചെയ്യേണ്ടത്. ഇതിനകത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോ ടെമ്പറേച്ചറിൽ അയണിങ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. പ്രത്യേകിച്ചും ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ ഇതുപോലത്തെ സോഫ കവറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് കുറേ നാൾ യൂസ് ചെയ്യാവുന്നതാണ്. പെട്ടെന്നൊന്നും സോഫ കേടാവാതിരിക്കും. നമുക്ക് ഈ സോഫ കവറിൻ്റെ 1 സീറ്റഡും 2 സീറ്റഡും അതുപോലെ 3 സീറ്റഡും ആയിട്ടുള്ള സോഫ കവറുകൾ അവൈലബിൾ ആണ്. ഇതിപ്പോൾ സിറ്റിംഗ് താഴെ മാത്രം ഇരിക്കുന്ന രീതിയിലുള്ള ഒരു കവറാണ്. ഫുള്ളായിട്ടുള്ള കവർ നമുക്ക് അവൈലബിൾ ആണ്, പക്ഷെ ഞാൻ താഴെ മാത്രം ഇരിക്കുന്ന ഈ ഒരു കവറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ സോഫ കവറിൻ്റെ മെറ്റീരിയൽ വെൽവെറ്റാണ്. അതുപോലെ 7 കളറിലും അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ഒരു ചെറിയൊരു കവറുകൾ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു കവറിൽ വരുന്നത് 4 സെറ്റായിട്ടുള്ള സിലിക്കോൺ പ്രൊഡക്റ്റാണ്. ഐസ്ക്രീം മോൾഡ് വിത്ത് കവറാണ് വരുന്നത്. കുട്ടികൾക്ക് ഐസ്ക്രീമും അതുപോലെ തന്നെ പോപ്പ് സ്റ്റിക്കും അതുപോലെ ചോക്കോബാറൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സിലിക്കോണിൻ്റെ മോൾഡാണ്. അപ്പോൾ ഇത് 4 കളറിലാണ് വരുന്നത്. ഈ ഒരു മോഡലിൽ വെച്ച് നമുക്ക് ഐസ്ക്രീമും അതുപോലെ തന്നെ ചോക്കോബാറൊക്കെ തയ്യാറാക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ഫ്രിഡ്ജിലൊക്കെ നമ്മൾ പാത്രങ്ങളൊക്കെ വെക്കുന്ന സമയത്ത് എല്ലാറ്റിനും അടപ്പൊന്നും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു സിലിക്കോണിൻ്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള പാത്രങ്ങളും അടയ്ക്കാൻ പറ്റുന്നതാണ്. ചെറുതും വലുതുമായിട്ടുള്ള നിരവധി പാത്രങ്ങൾ അടയ്ക്കാൻ പറ്റുന്ന സിലിക്കോണിൻ്റെ കവറുകളാണത്. ഇത്ര ചെറിയ പാത്രം തൊട്ടിട്ട് ഈ ഒരു വലിപ്പത്തിലുള്ള പാത്രം വരെ നമുക്ക് നല്ല ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാൻ പറ്റുന്നതാണ്. സിലിക്കോണിൻ്റെ സ്ട്രെച്ചബിൾ ലിഡ് ഫോർ ഫുഡ് സ്റ്റോറേജ് എന്നാണ് പറയുന്നത്. റീയൂസബിൾ ആണ്. എയർ ടൈറ്റ് ബൗൾ കവറാണ്. പ്രത്യേകിച്ചും പിക്നിക്കിലൊക്കെ പോകുന്ന സമയത്ത് അതുപോലെ തന്നെ ഫ്രീസറിൽ വയ്ക്കുന്നതിനും ഒക്കെ പറ്റുന്ന സിലിക്കോണിൻ്റെ സ്ട്രെച്ചബിൾ ലിഡ് കവറാണ്. ഈ ഒരു രീതിയിലുള്ള 6 കവറുകളാണ് ഈ ഒരു സെറ്റിൽ ഉൾപ്പെടുന്നത്. പിന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സിങ്കും അതുപോലെ തന്നെ പാത്രങ്ങളും അതുപോലെ തന്നെ സ്റ്റൗവൊക്കെ വാഷ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അലുമിനിയം മെറ്റീരിയൽ വെച്ചിട്ടുള്ള ഒരു സ്ക്രബാണ്. ഇത് വെച്ച് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോറിലൊന്നും വീഴില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു സ്ക്രബ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്ക്രബ് ഡബിൾ ലെയറോട് കൂടിയിട്ടുള്ളതാണ്. അതുപോലെ ചെറിയ സ്റ്റീലിൻ്റെ സ്ക്രബിൽ നിന്നൊക്കെ പൊടിയൊക്കെ പൊടിഞ്ഞു വരാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയൊന്നും വരില്ല എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് മോദകത്തിൻ്റെ മോൾഡാണ്. ഇതുപോലത്തെ 3 എണ്ണമാണ് ഒരു സെറ്റിനകത്ത് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വേറൊരു കവറും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് വരുന്നത് സിലിക്കോണിൻ്റെ സ്പാറ്റിലയാണ്. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളോ അതല്ലെങ്കിൽ കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ സിലിക്കോണിൻ്റെ സ്പാറ്റുല. അപ്പോൾ നല്ലൊരു റിവ്യൂ ഒക്കെ കണ്ട ശേഷമാണ് ഞാൻ ഈ ഒരു സിലിക്കോണിൻ്റെ സ്പാറ്റുല സെലക്ട് ചെയ്തത്. ഇതാ മോൾവശം നല്ല ഫ്ലെക്സിബിളാണ്. പിന്നെ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വരുന്നത് ഒരു ഫേസ് സിറമാണ്. 11% റെറ്റിനോൾ അടങ്ങിയിട്ടുള്ള ഒരു ഫേസ് സിറം. പിന്നെ വാങ്ങിച്ചിരിക്കുന്നത് സ്റ്റീലിൻ്റെ ഒരു പാനാണ്.
ഇതിൻ്റെ വലിയൊരു കവറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ മാറ്റിയിട്ടാണ് കൊണ്ടുവന്നത്. വണ്ടർ ഷെഫിൻ്റെ 10 വർഷത്തെ വാറണ്ടിയുള്ള ട്രൈപ്ലേ സ്റ്റെയിൻലെസ് സ്റ്റീൽ കുക്ക് വെയർ ആണ്. അതിൻ്റെ വാറണ്ടി കാർഡ് ഇതിനകത്തുണ്ട്. അത്യാവശ്യം വെയിറ്റോട് കൂടിയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ പാനാണിത്. വണ്ടർ ഷെഫ് എന്നുള്ള കമ്പനിയുടെയാണ്. ഇത് 20 സെൻറ്റിമീറ്ററിൻ്റെയാണ് ഈ ഒരു പാന്. എനർജി സേവർ ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ഒഴിവാക്കിയ ശേഷം സ്റ്റീലിൽ പോകുന്നത്. അപ്പോൾ ഒരു സ്റ്റീലിൻ്റെ ഒരു പാൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ സ്റ്റീൽ പാനിലൊക്കെ കുക്ക് ചെയ്യുകയാണെങ്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴേക്കും നല്ല പുക വരികയും അതുപോലെ സൈഡൊക്കെ കറുത്ത് വരികയൊക്കെ ചെയ്യാറുണ്ട്. അത് വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ ക്വാളിറ്റി കുറഞ്ഞ സ്റ്റീൽ ഉപയോഗിക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. 10 വർഷത്തെ വാറണ്ടി കാർഡൊക്കെ ഇതിനകത്തുണ്ട്. അതുപോലെ ഇവരുടെ വേറെയും കുറച്ച് പ്രൊഡക്റ്റുകളുടെ പിക്ചർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാസ്ട്രോൾ ഉണ്ട്, കടായി ഉണ്ട്, മിൽക്ക് പാൻ ഉണ്ട്, അതുപോലെ ഫ്രൈയിങ് പാനും ഉണ്ട്. ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് 20 സെൻറ്റിമീറ്ററിൻ്റെ ഫ്രൈയിങ് പാനാണ്. അപ്പോൾ ISI മുദ്രയ്ക്കുള്ള ഈ ഒരു ഫ്രൈയിങ് പാന് നല്ലൊരു ക്വാളിറ്റിയും കൂടി ഉള്ളതാണ്. ബാക്ക് സൈഡ് ഈ ഒരു രീതിയിലാണ്. അതിൻ്റെ പേരും അതുപോലെ തന്നെ ISI മുദ്രയൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. 3 ലെയറോട് കൂടിയിട്ടുള്ള ഈ ഒരു പാനാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൽ സ്റ്റീലിൻ്റെ പാനൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പാന് നല്ലതായിരിക്കും. വണ്ടർ ഷെഫ് എന്നുള്ളത് അതിൻ്റെ ഹാൻഡിലും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റുകളാണ് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റിലും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.